നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേറൊന്നുമില്ല, വെണ്ടയ്ക്ക കറിയാണ്. എന്നാൽ ഈ വെണ്ടയ്ക്ക കറിയിൽ ഞാൻ കുറച്ച് മീനിൻ്റെ തല കൂടി ചേർക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ചേർക്കുന്നത് അയിലയുടെ തലയാണ്. മത്തിയുടെ തല ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ വെണ്ടയ്ക്ക കറി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ. ഒരു മീൻ കറിയുടെ ടേസ്റ്റും ഫ്ലേവറൊക്കെ ഉണ്ടായിരിക്കും. എന്നാലോ വെണ്ടയ്ക്ക കറിയാണേനും ചോറിൻ്റെ കൂടെയൊക്കെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് ഈ കറി സെർവ് ചെയ്യാം. നമുക്കിങ്ങനെ വളരെ ഈസി ആയിട്ട് ഈ മീൻ തല ചേർത്തുണ്ടാക്കിയിട്ടുള്ള വെണ്ടയ്ക്ക കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കി എടുക്കാം. നമ്മുടെ എണ്ണ ചൂടായി വരട്ടെ. അടുത്തതായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് നീളമുള്ള ഇഞ്ചി സ്ലൈസ് ചെയ്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, അതുപോലെ തന്നെ 2-3 പച്ചമുളക് കൂടെ സ്ലൈസ് ചെയ്തെടുക്കാം. എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളക് ചേർക്കാം. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇതിലോട്ട് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു റോസ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു ഫ്ലേവർ വരട്ടെ. പ്രത്യേകിച്ചും വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ വരും. ഇനി ഇതിലോട്ട് നമുക്ക് വെണ്ടയ്ക്ക ചേർക്കാം. 4-5 വെണ്ടയ്ക്ക ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തിട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങയുടെ അരപ്പ് ഉണ്ടാക്കി വയ്ക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇവയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ല മയത്തിൽ അരച്ച് മാറ്റി വെക്കണം. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയും ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ കറിയിലോട്ട് തക്കാളി ചേർക്കുന്നില്ല. ഇനി വേണമെങ്കിൽ തക്കാളി ചേർക്കുക കൂടെ ചെയ്യാം കേട്ടോ. നമുക്കിതിലോട്ട് ഇനി പുളിയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ പുളിയുടെ പേസ്റ്റാണ് ചേർക്കുന്നത്. ഞാനിത് കുറച്ച് പുളി എടുത്ത് പിഴിഞ്ഞ് വെച്ചതാണ്, പെട്ടെന്ന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. നല്ല തിക്കായിട്ട് തന്നെ പുളി പിഴിഞ്ഞ് വെച്ചതാണ്, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ നമുക്ക് പുളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് പൗഡർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി അരപ്പിൽ പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഈ പാനിലോട്ട് ചേർക്കാം. ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം കൂടെ ഒഴിക്കുക കേട്ടോ നമുക്കിതിലോട്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മീൻ തല റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ അയിലയുടെ തലയായിട്ട് എടുത്തിട്ടുള്ളത്. 7 തല എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് അയിലയുടെ തലയാണിത്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഈ അയിലയുടെ തലയുടെ അകത്തെ ചെകിളപ്പൂക്കളൊക്കെ എടുത്ത് കളയണം. അതിനുശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഉപ്പൊക്കെ ചേർത്തിട്ട് ഉരച്ചെടുക്കണം ഇത്. ഇപ്പോൾ നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള അയിലയുടെ തല ചേർക്കാം. അയിലയോ മത്തിയോ ഏത് വേണേലും ഉപയോഗിക്കാം കേട്ടോ. ഇനി വലിയ മീനുകളാണെങ്കിൽ തലയെ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ട് ചേർക്കാം. നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വേവിച്ചെടുത്താൽ മതി. ഈ മീൻതല ഒന്ന് കുക്കായി വരണം. ബാക്കിയുള്ള ഐറ്റംസ് മുഴുവനും കുക്കായി വന്നിട്ടുണ്ട്. 15 മിനിറ്റിന് ശേഷം ഞാൻ പാന് തുറന്നിരിക്കുകയാണ്. നമ്മുടെ കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് ശ്രദ്ധിച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ മീൻതലയൊക്കെ ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് കുത്തി ഇളക്കരുത്. മീൻതലയുടെ മുള്ളൊക്കെ ഈ കറിയിൽ വരും. നമുക്ക് ഈ കറിയിലോട്ട് ഒരു ഫൈനൽ ടച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നല്ല പച്ച വെളിച്ചെണ്ണ ചേർക്കണേ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഏകദേശം ഒരു 10-15 മിനിറ്റിന് ശേഷം നമ്മുടെ കറി സെർവ് ചെയ്യാം. നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ മീൻതല ചേർത്തുണ്ടാക്കിയിട്ടുള്ള വെണ്ടയ്ക്ക കറിയാണിത്. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും അപ്പം, ചപ്പാത്തി ഇവയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.